ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു കംപ്ലീറ്റ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ വിശേഷങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1-2 റെസിപ്പീസും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അന്നത്തെ ദിവസം രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ, ചെറിയൊരു ചാറ്റൽ മഴയും നല്ലൊരു മഴ വരുന്നതിൻ്റെ മൂടലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അതൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ നേരെ എണീറ്റ് കിച്ചണിലേക്കാണ് പോവൽ. ഈ ഫ്രണ്ട് ഡോറും ഗേറ്റൊക്കെ ഞാൻ എൻ്റെ ഒരു പണിത്തിരക്കൊക്കെ ഒന്ന് ശാന്തമായിട്ട് അല്ലെങ്കിൽ കേശ പോകാൻ നേരത്തൊക്കെയാണ് വന്ന് തുറക്കൽ കേട്ടോ. അപ്പോൾ അന്ന് നേരെ തന്നെ മുറ്റത്തേക്ക് പോയി. പിന്നെ മുറ്റം ഞാൻ ഡെയിലി ഒന്നും അടിച്ചു വാരലില്ല, അങ്ങനെ കച്ചറ ഉണ്ടാവലില്ല. ഒന്നാമത് മരം ഒന്നും വലുതായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇലകളൊന്നും കൊഴിയുന്നില്ല. പിന്നെ ഞാൻ വേസ്റ്റ് ഒന്നും പുറത്തേക്ക് ഇടാൻ സമ്മതിക്കില്ല കേട്ടോ, നേരെ വേസ്റ്റ് ബിന്നിലേക്ക് തന്നെയാണ് ഇടിയിപ്പിക്കൽ. പിന്നെ അപ്പോഴും ഇപ്പോഴായിട്ട് കാറ്റിന് പാറി വരുന്ന സാധനങ്ങൾ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, അത് ഞാൻ കാണുമ്പോൾ ഇങ്ങനെ എടുത്ത് കളയാ ചെയ്യൽ. പിന്നെ അഥവാ മുറ്റം അടിച്ചു വാരാണെങ്കിൽ തന്നെ ഞാൻ വൈകുന്നേരമാണ് അത് ചെയ്യൽ. രാവിലെ അതിനും കൂടി നിന്നാൽ എൻ്റെ ഒരു പണി നടക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറി നമ്മൾ സ്ഥിരം പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ. ഇത് പാലിനുള്ളൊരു സ്ഥിരം സ്വഭാവമാണ് കേട്ടോ. ഒന്ന് കണ്ണ് തെറ്റിയാൽ അപ്പം തിളച്ചു പോകും. അതല്ല അതുപോലെ വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് തിളച്ച് പൊന്തും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പം തന്നെ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തം അവിടെ കിടന്ന് കരിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാത്രത്തിൻ്റെ അടിയിൽ വരെ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നല്ലൊരു അടിപൊളി ചായക്കുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇതുപോലെ പാല് തിളച്ചതിന് ശേഷം ആവശ്യത്തിന് വേണ്ട പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തിള വരുത്തിയിട്ട് ഓഫ് ചെയ്തോടെ ഇട്ടാൽ മതി. ഒരുപാട് നേരം ചായപ്പൊടി ഇട്ട് തിളപ്പിക്കാതെ അങ്ങനെ ഓഫ് ചെയ്തിട്ടാൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് സെറ്റിലായി നല്ല ടേസ്റ്റുള്ള ചായ ഉണ്ടാവും കേട്ടോ. അല്ലാതെ ഒരുപാട് ടൈം പൊടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ചായക്കൊരു ടേസ്റ്റ് വ്യത്യാസം, ഒരു ചോയ പോലെയൊക്കെ വരും. ഇനി ഞാൻ ഒരു സ്നാക്സ് റെസിപ്പി കാണിച്ചു തരാം. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റിയ റെസിപ്പീസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് കേശയ്ക്ക് ഞാൻ സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നത് പാസ്ത കേട്ടോ, വൈറ്റ് സോസ് പാസ്തയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത, ഒരുപാട് ഫ്ലേവേഴ്സൊന്നും വരാത്ത നല്ലൊരു പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ അത് ടിഫിൻ ബോക്സിൽ ലഞ്ചിനായാലും സ്നാക്സിനായാലും ഒക്കെ കൊടുത്തു വിടാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മക്രോണി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സോസ് പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം ചൂടായി വരുന്നതിനൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ഉള്ളി അരിഞ്ഞതാണ്, ഒനിയനാണ്, അതും ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് കൂടെ ക്യാപ്സിക്കം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ വേവിച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചിക്കനൊന്നും ചേർക്കുന്നില്ല, അങ്ങനെ വെജീസ് മാത്രമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ള ഡിഷസിലൊക്കെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കൊടുക്കാം. അപ്പോൾ അതൊന്ന് റെഡി ആവുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നൂൽപുട്ടും അതുപോലെ തന്നെ അഫ്ഗാനി ചിക്കനാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അതിൻ്റെ റെസിപ്പി മാത്രം വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടോക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർക്കാണ്. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ കുരുമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കുട്ടിയൊക്കെ കുറച്ച് എരിവ് കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആട്ടോ എടുക്കുന്നത്. അതും ആ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം, ഓവർ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ആവശ്യത്തിന് വേവും വേണം കേട്ടോ. ഇനി അതൊന്ന് വെന്തെന്ന് തോന്നുമ്പോൾ കളറൊന്ന് ചെറുതായിട്ട് മാറിക്കഴിയുമ്പം അതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 1 ഗ്ലാസ് പാലുണ്ടാവും കേട്ടോ. അപ്പോൾ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങും. കുറുകി ഒന്ന് സെറ്റായി തുടങ്ങുമ്പോൾ അതിലേക്ക് മക്രോണിയും ചേർത്ത് കൊടുക്കാം കേട്ടോ, വേവിച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു ചീസിൻ്റെ സ്ലൈസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ചീസൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് മിൽക്ക് പ്രൊഡക്ട്സൊക്കെ ചീസ് തൈരൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അതിന് കൂടെ തന്നെ കുറച്ച് പിസ്സ ഹെർബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒറിഗാനോ, തൈം, അതുപോലെ തന്നെ പാഴ്സ്ലി അതൊക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന ആ ഒരു പിസ്സ ഹെർബിൻ്റെ മിക്സ് ആട്ടോ ചേർത്ത് കൊടുത്ത്. അപ്പോൾ അത് കുറച്ച് കട്ടി പോലെയുള്ള തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതിൻ്റെ അടുത്തത് അവിടെ കറിയൊക്കെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഞാൻ സ്നാക്സ് ബോക്സൊക്കെ പാക്ക് ചെയ്ത് അന്നത്തെ ദിവസം കേശയ്ക്ക് ലഞ്ച് കൊടുത്തിട്ടില്ല, അവൾക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലഞ്ചിൻ്റെ പരിപാടിയിലില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ഇനി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൊടുത്തു വിടാനുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ആദ്യം റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുക. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, പക്ഷേ കൊടുത്തു വിടാനുള്ളത് നമ്മൾ കൊടുത്തു വിടുക തന്നെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതാ നൂൽപുട്ടും അതുപോലെ തന്നെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി അതൊക്കെ സെർവ് ചെയ്തിട്ട് പിന്നെ കേശിനെ റെഡിയാക്കലും ഒക്കെ ചായ കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് റേക്കൊക്കെ ഉണർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ജഗബോഗ സമയമാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിലും പഴയ വ്യൂവേഴ്സ് ആണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വിടുക. കമൻറ്റാണ് വീഡിയോക്ക് റീച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ആക്ച്വലി റെസിപ്പി വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് തോന്നുന്നു വ്ളോഗ്സിനാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗായിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം വ്ളോഗാണെന്നുള്ളതാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും പോക്കും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനും റേക്കായി ഞങ്ങളുടെ ടൈമാണ് കേട്ടോ. അപ്പോൾ അവളുടെ ടോയ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് കുളിപ്പിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ കുറച്ചധികം ടൈം തന്നെ ഞാൻ ഓളെ കൂടെ ഈ സമയത്ത് സ്പെൻഡ് ചെയ്യും. കാരണം ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മളെ മക്കളെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരുടെ കൂടെ അല്ലേ. അപ്പോൾ വെറുതെ വീട്ടിൽ പണി മാത്രമായി ഇരുന്നിട്ട് കാര്യമുണ്ടാവും. അപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ റേക്ക് ഉറങ്ങുന്നത്. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പണിക്കൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം ക്ലീനിങ് ഒക്കെ ഉണ്ട്. സ്ഥിരം കാണിക്കുന്ന ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. എപ്പോഴും ഒരേപോലെ കാണിക്കുമ്പോൾ ഇങ്ങനെ ബോറാവില്ലേ. അപ്പോൾ ഇന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒന്ന് ക്ലീനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ക്ലീനിങ്ങും ചെയ്യൽ ഇങ്ങനെ കാണുന്ന സമയത്ത് മോശമായി തോന്നിയതൊക്കെ അങ്ങ് ചെയ്യൽ, അല്ലാതെ ഓരോന്നിനും ഓരോ പ്രത്യേക ടൈം ടേബിൾ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത് കാണുമ്പോൾ അത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അങ്ങനെയാണ് ചെയ്യലാണ്. അപ്പോൾ ഇതിപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് അവിടെ മോശമായി. ഇത് ഞാൻ ഈ ഒരു ടേബിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാനുള്ള ഭംഗിയുള്ളൂ, നമുക്കിത് ഡെയിലി എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം അതിൽ പാറ്റിരുന്ന പൊടിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ തരത്തിലും വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡേർട്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡേയും ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും പെട്ടെന്ന് അതുപോലെ തന്നെ നല്ല ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ അടുത്തൊരു ഏരിയയാണ് സ്റ്റെയറിൻ്റെ ഗ്ലാസ്. സ്റ്റെയറിൻ്റെ ഗ്ലാസ്സൊക്കെ നമുക്ക് വെക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. കാരണം ക്ലീൻ ചെയ്യാൻ എളുപ്പമാണല്ലോ. അഴികൾ അങ്ങനെ കമ്പി അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണെന്നാണ് വിചാരിക്കുക. പക്ഷേ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ഒരു ടാസ്ക്കാണ് കേട്ടോ. ആ ഒരു ലൈൻസും കാര്യങ്ങളും പൊടിയൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഈ ഒരു ക്ലീനർ ഉണ്ടല്ലോ, ഈ ഒരു സ്പ്രേ ക്ലീനർ, അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. ഇതിനെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പണികളുണ്ടല്ലോ, ഇതൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ, ഇനിയിപ്പോൾ ആ പണിയുണ്ട് ഈ പണിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നാൽ ഭയങ്കര മടി പിടിക്കും. പിന്നെ ഒന്നും ചെയ്യണ്ടെന്നാണ് വിചാരിക്കുക. പക്ഷേ ഒന്ന് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് അങ്ങനെ എടുത്തോളൂ, പിന്നെ നിർത്താൻ തോന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന പണീനോട് ഒരു ഇഷ്ടം തോന്നി, നമ്മളെ വീടാണല്ലോ ക്ലീൻ ആക്കണമെന്നൊക്കെ ഒന്ന് വിചാരിച്ച് ഒന്ന് മനസ്സിലൊന്ന് ഇഷ്ടം തോന്നി ചെയ്താൽ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും കേട്ടോ. അല്ല ഞാൻ ഇന്നിപ്പോൾ തീരുമോ ഇല്ലയെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കും. പിന്നെ ചില സമയത്ത് എനിക്കും ഇതുപോലെ മടി പിടിക്കലുണ്ട്. എനിക്ക് മെയിനായിട്ട് മടി പിടിക്കുന്ന ഒരു കാര്യമാണ് ഡ്രസ്സ് മടക്കി വെക്കുക എന്നുള്ളത്, അലക്കിയത് മടക്കി വെക്കൽ. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്നറിയില്ല, എനിക്ക് അത് ആദ്യം മുതലേ ഭയങ്കര മടിയാണ്. ചിലപ്പം ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബെഡിൽ ഇങ്ങനെ കൂന കൂടി കിടക്കും.
അത് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് ആ ഒരു മല എടുത്താൽ പൊന്തൂലാന്ന് തോന്നുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര മടിയാണ്. അതൊന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടിപ്പൊന്നും ആരടുത്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ. അതാ അല്ലറ ചില്ലറ അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് കയറിയതാണ്. അവിടെയും കൂടി മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം നമ്മൾ അടിച്ച് വാരലും തുടയ്ക്കലൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ചിലപ്പോൾ അടിച്ച് വാരും തുടയ്ക്കൊന്നും ചെയ്യില്ല. ചിലപ്പോൾ 2 ദിവസം അടുപ്പിച്ചിട്ട് ചെയ്യില്ല. ചിലപ്പോൾ ഒരു 3-4 ദിവസം അടുപ്പിച്ച് എന്നും അടിച്ച് വാരും തുടയ്ക്കും. ചിലപ്പോൾ ചില ദിവസം അടിച്ച് വാരും തുടയ്ക്കില്ല. അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ മോശമായി തോന്നുമ്പം ആണ് ഞാൻ ചെയ്യല്. ചില ദിവസം അടിച്ച് വാരാണ്ട് തുടയ്ക്കും. അങ്ങനെ നമുക്ക് ഇന്ന് എത്രത്തോളം അഴുക്കുണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ഡേർട്ടുണ്ട് എന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുമ്പം അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അടിച്ച് വാരണം തുടയ്ക്കണം, രണ്ടും ചെയ്യണം. അപ്പോൾ ആദ്യം മൊത്തം കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി കിച്ചണൊക്കെ ക്ലീനാക്കിയതിന് ശേഷം വേണം അത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മയായത്. ഞാൻ രാവിലെ ഒരു സ്പാച്ചുല നമ്മൾ എന്താ പറയുക തവി എടുത്ത സമയത്ത് മരത്തിൻ്റെ ആണ്. അപ്പോൾ അതിലിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പൊടി പോലായിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു കട്ട്ലറി ഡ്രോവർ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ നിന്നാൽ പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ ഈ കട്ട്ലറി ഡ്രോവർ മൊത്തം എടുത്തിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഹൗസ് വാമിങ്ങിന് വെച്ചതാണ്. ക്ലീൻ ചെയ്യുക, വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ അതിലേക്ക് സെറ്റാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ടൈം പോണ പോലെ തോന്നും. ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ അതതിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കോളും. അപ്പോൾ ഏതായാലും ആ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഡ്രോവറും അതുപോലെ തന്നെയാണ്. എന്തൊക്കെയോ സാധനങ്ങൾ അതിലുണ്ട്, പക്ഷെ ഒന്നും ഓർഗനൈസ്ഡ് ആയിട്ടല്ല വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ ഇതാ ഈ ഒരു സംഭവം ഉണ്ടോ, ഇതൊരു സമൂസ മേക്കറാണ് കേട്ടോ. സമൂസ മേക്കർ എന്നല്ല, മറ്റേ ഗുജിയ മേക്കർ, ഹിന്ദിക്കാരെ ഗുജിയാണ്. പിന്നെ നമ്മളെ പൂവട അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം. അപ്പോൾ അതിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇൻഷാ അല്ലാ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലൊക്കെ ഇതുപോലെ ഞാനൊരു ഡ്രോവർ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടേന്, ലൈനർ. അപ്പോൾ ആ ലൈനറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഒന്ന് ഓർഗനൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു കട്ട്ലറി സെറ്റും ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോവാണേ. അങ്ങനെ ഹൗസ് വാമിങ് കഴിഞ്ഞത് മുതൽ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ചെയ്തത് കേട്ടോ. അതിൻ്റെ അടുക്ക് നമ്മളെ ഹെൽപ്പർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ അടിക്കലും തുടക്കലൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇയാളവിടെ കളിക്കാനാക്കിയതാട്ടോ. ഇന്ന് ലേറ്റായിട്ടാണ് ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. കാരണം രാവിലെ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലഞ്ച് ഒന്ന് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്താണ് സിമ്പിളായിട്ട് എന്താ ഉണ്ടാക്കുന്നത്? സിമ്പിളായിട്ട് നമ്മളെ ബീഫ് ഡ്രൈ ഫ്രൈ, ബീഫ് ചില്ലി, അതും പിന്നെ ഒരു സിമ്പിൾ മോരുകറി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് വെച്ചത്. ഈ ഒരു ചട്ടി മുന്നേ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ മതിയാവും. ഞാനൊരു ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹെയർ ഓയിൽ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതെപ്പം പിന്നെ എടുക്കുമ്പോഴും അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചിട്ടാണ് കടുക് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ സൈഡിലിവിടെ ബീഫ് പൊരിക്കാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു കുഴഞ്ഞു പോവാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഇതിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഭയങ്കര ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാത്ത കേട്ടോ. ഇൻഷാ അല്ലാ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ അടുക്ക് നമ്മളെ ചട്ടി അവിടെ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു എണ്ണ മൊത്തം ഈ ചട്ടി കുടിച്ചെന്ന് തോന്നുന്നു, ഹെയർ ഓയിൽ ഉണ്ടാക്കിയല്ലേ.
അപ്പോൾ അതങ്ങനെ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തത്. കുറച്ച് വറ്റൽമുളകും പിന്നെ ഉപ്പിട്ടിട്ട് അടിച്ചെടുത്ത മോരും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അവിടെ മാറ്റി വെക്കുക ചെയ്തത്. ബീഫ് ചില്ലിയും കൂടി റെഡി ആയതോടുകൂടി ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഹെയർ ഓയിലിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 മാസമായി യൂസ് ചെയ്യുന്നത്. എനിക്കൊരു 60% എബോവ് മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാൻഡ്രഫിന് അത്ര മാറ്റമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാനത് ഡെയിലി യൂസ് ആക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് പറയാനായിട്ടില്ല. ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല റിസൾട്ട്സ് ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരം പിന്നെ രാവിലത്തെ സ്നാക്സും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് വൈകുന്നേരം അഡ്ജസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് കുറച്ചധികം സമയം തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴ തോർന്നപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡും മോക്കൊരാഗ്രഹം വീട്ടിലുള്ള ആ ചെറിയൊരു കുളം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൽ പാടത്ത് പോയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്നിടണം. അങ്ങനെ ഓരോ അതിൻ്റെ പരിപാടിയിലാട്ടോ. അങ്ങനെ രാത്രി പിന്നെ സ്ഥിരമുള്ള പരിപാടികളാണ് പഠിപ്പിക്കൽ, ഹോംവർക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അന്ന് ഡിന്നറിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ.